ഹായ് ഓൾ, വെൽക്കം ടു ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ മക്കളെ? നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 4 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രൈബൽ റിവോൾട്ടിന് എക്സാമ്പിൾ പഠിച്ചു അല്ലേ, ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് അതാ അല്ലേ. ഏതൊക്കെയായിരുന്നു മക്കളെ? സ്ലൈഡ് നോക്കൂ. ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണം അല്ലേ, ഒന്ന് സന്താൾ റബല്യൻ, സന്താൾ കലാപം. മറ്റൊന്നാണ് കുറിച്ച കലാപം അല്ലേ, കുറിച്ച റിവോൾട്ട്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തു പഹാരിയ റബല്യൻ, പഹാരിയ കലാപം. പിന്നീട് നമ്മൾ ബീൽ കലാപത്തെ ഡിസ്കസ് ചെയ്തു. ഹോൾ റബല്യൻ അഥവാ കലാപത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മുണ്ട റബല്യൻ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു കാസി റബല്യൻ അഥവാ കാസി കലാപത്തെക്കുറിച്ച്. അങ്ങനെ ട്രൈബൽ റിവോൾട്ട്സിൻ്റെ ഗോത്ര കലാപങ്ങളുടെ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഈ 7 ഗോത്ര കലാപങ്ങളിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് ഗോത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 7 ഗോത്ര കലാപങ്ങളാണ്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളത് ആദ്യത്തെ 2 ഗോത്ര കലാപങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെ? ഒന്ന് സന്താൾ റിവോൾട്ട്, സന്താൾ കലാപം. അതുപോലെ തന്നെ കുറിച്ച റിവോൾട്ട്, കുറിച്ച കലാപം. ഈ 2 കലാപത്തെക്കുറിച്ചാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുള്ളത്. പരീക്ഷയ്ക്ക് ഈ 2 കലാപത്തിൽ, കുറിച്ച കലാപോ അല്ലെങ്കിൽ സന്താൾ റബല്യനോ സന്താൾ കലാപോ, ഇതിലേതെങ്കിലും ഒരു കലാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ റിവോൾട്ടിനെ കുറിച്ച് 3 മാർക്കിന് പരീക്ഷയ്ക്ക് എന്തായാലും വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഓക്കെ, ഇതിനു മുമ്പ് എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ ഒരു കാര്യമില്ലാതെയൊന്നും ഈ ഗോത്രവർഗ്ഗക്കാർ, ഈ ട്രൈബൽസ് കലാപം നടത്തില്ല, റിവോൾട്ട് നടത്തില്ല. അപ്പോൾ പൊതുവെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ട്രൈബൽ റിവോൾട്ടിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോസസ് എന്തായാലും. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാർ അഥവാ വനവാസികൾ, വനത്തിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യന്മാർ, ഇവർ പ്രകൃതിയോട് വളരെയധികം ഇടപഴകി ജീവിച്ചിരുന്ന ഈ വിഭാഗം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണമായത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് നിവർത്തികൊണ്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ്, എന്തൊക്കെയാണ് അവരുടെ പ്രയാസങ്ങൾ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കൂ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളുടെ ഒരു പശ്ചാത്തലം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ മക്കളെ, നോക്കൂ, സ്ലൈഡ് നോക്കൂ, കൃത്യമായി ശ്രദ്ധിക്കും. ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. നോക്കൂ, what are the main causes of tribal revolt in British India? What are the main causes of tribal revolts in British India? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ കൊടുത്തത്, വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? നോക്കൂ മക്കളെ, ഫസ്റ്റ് പോയിന്റ്, ലിസൺ ഹിയർ, സ്ലൈഡിൽ കൃത്യമായി ശ്രദ്ധിക്കും. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ദി ഫോറസ്റ്റ് ലോ അല്ലെങ്കിൽ ആക്ട് അല്ലേ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജനതയുടെ ജീവിതം ദുരിതത്തിലാക്കി. ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ വന നയമാണ് ഒന്നാമത്തെ കാരണം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ, ഫോറസ്റ്റ് ആക്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ലോ എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ട്രൈബൽ റിവോൾട്ടിൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആക്ട്
അല്ലെങ്കിൽ ഫോറസ്റ്റ് ലോ ആണ്. വന നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയുള്ള വന നിയമങ്ങൾ. ഞാൻ പറഞ്ഞു അതുവരെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഗോത്ര ജനത, ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് വളരെയധികം ഇടപഴകിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇവരുടെ ജീവിതം ആകെ താറുമാറായി തകർന്ന് തരിപ്പണമായി അല്ലേ. ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള ഫോറസ്റ്റ് ആക്ട് വന നിയമങ്ങളും നടപ്പിലാക്കി. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിയുമായി ഇടപഴകി ജീവിച്ചിട്ട് അല്ലേ, ആ വനത്തിലുള്ള മുഴുവൻ സാധനങ്ങളും അവരുടേതായിട്ട് അല്ലേ, വനത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ വളരെ സമാധാനത്തോടും ശാന്തിയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി എന്ത് ചെയ്യുന്നു ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ട്രൈബൽ പീപ്പിൾ അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ആകെ ഇവരുടെ ജീവിതം ദുരിതത്തിലായി. അതിൻ്റെ ഫസ്റ്റ് കാരണം എന്താണ്? ദി ഫോറസ്റ്റ് ലോ അല്ലെങ്കിൽ ആക്ട്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള വന നിയമങ്ങളാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കൂ. സെക്കൻഡ് പോയിന്റ്, ലിസൺ ഹിയർ. ദി ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രൈബൽസ് ടു കളക്ട് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് എൻറ്റർ ഇൻടു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ഗോത്രവർഗക്കാർ സംരക്ഷിത വനത്തിൽ പ്രവേശിക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും ബ്രിട്ടീഷുകാർ വിലക്കേർപ്പെടുത്തിയതാണ്. ഇതാണ് മറ്റൊരു കാരണം. ഈ വനത്തിൽ കയറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് രണ്ടാമത്തെ കാരണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ. നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. നോക്കൂ, സ്ലൈഡിൽ നോക്കൂ. ദി ബ്രിട്ടീഷ് imposed restrictions on tribals to collect forest products and enter into the protected land അല്ലെങ്കിൽ ഫോറസ്റ്റ്. നോക്കൂ, കൃത്യമായി ശ്രദ്ധിക്കുക. ഗോത്രവർഗക്കാർ സംരക്ഷിത വനത്തിൽ പ്രവേശിക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നവരോ ഈ വനം മുഴുവൻ ഫോറസ്റ്റ് മുഴുവനും അവരെന്ത് ചെയ്യുന്നവരോ ഈ വേലിയൊക്കെ കെട്ടിയിട്ട് അഥവാ ബൗണ്ടറീസ് ഒക്കെ ആക്കിയിട്ട് അഥവാ വേലി കെട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നവരോ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റി. അഥവാ വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ ആക്കി. നിങ്ങൾ വയനാട്ടിലേക്ക് മൂന്നാറിലേക്കൊക്കെ ടൂറ് പോകുന്ന സമയത്തൊക്കെ മനസ്സിലാക്കും, വലിയ വലിയ എസ്റ്റേറ്റിലെ തേയിലത്തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം, കാപ്പിത്തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം, റബ്ബർ എസ്റ്റേറ്റുകൾ കാണാം. അതൊക്കെ ഒരുപാട് ഏക്കർ കണക്കിന് 300-400 ഏക്കർ കണക്കിന് സ്ഥലത്ത് എന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു ഈ വേലി കെട്ടി സംരക്ഷിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നവരോ ഈ വനഭൂമി മുഴുവൻ ഫോറസ്റ്റ് മുഴുവൻ ഇവരെന്ത് ചെയ്യുന്നു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ സംരക്ഷിത മേഖലയാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നവരോ അവിടേക്ക് മറ്റു ആളുകൾക്കല്ല പുറത്തുള്ള അഥവാ ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗക്കാരെ പോലുള്ള ആളുകൾക്ക് അവിടെ കയറുന്നതിന് എന്ത് ചെയ്യുന്നു ഒരു റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു ഒരു പരിമിതി ഉണ്ടാക്കി അവരെന്ത് ചെയ്തു നിയന്ത്രണം ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഈ കാട്ടിലെ ഏത് മേഖല വനത്തിലെ അല്ലെങ്കിൽ ഫോറസ്റ്റിലെ എവിടെ തേൻ കണ്ടാലും വനവിഭവമായിട്ടുള്ള തേൻ കണ്ടാലും അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കായ്ക്കനികളൊക്കെ കണ്ടാൽ ഈ ട്രൈബൽസിന് ഗോത്രവർഗക്കാർക്ക് എടുക്കാമായിരുന്നു. കാരണം നിയന്ത്രണങ്ങളില്ല, എല്ലാം അവരെന്ത് ചെയ്തു പറന്ന് നടക്കുകയായിരുന്നു ഫോറസ്റ്റ്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് മുഴുവൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി. അഥവാ ഒരു പ്രത്യേക പ്രദേശം ഒരു 300 ഏക്കർ എന്ത് ചെയ്തു അതൊരു പരിധി ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ട് അതിനുള്ളിൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അവരെന്ത് ചെയ്തു അതിനൊരു റെസ്ട്രിക്ഷൻസ് നിയന്ത്രണം ഏർപ്പെടുത്തി. മാത്രമല്ല അവരെന്ത് ചെയ്തു അതിലേക്ക് ആദിവാസികൾ കയറിയിട്ട് അവർക്ക് വനവിഭവങ്ങൾ ഫോറസ്റ്റ് റിസോഴ്സ് ഒന്നും കളക്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവരോട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. എന്ത് ചെയ്തു ഒന്ന് ഫോറസ്റ്റിനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റി, അഥവാ വനത്തെ ഒരു സംരക്ഷിത മേഖലയാക്കി മാറ്റി. മാത്രമല്ല ഈ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് അവിടുത്തെ ഫോറസ്റ്റ് റിസോഴ്സസ് അവിടുത്തെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു നിയന്ത്രണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ എന്ത് ചെയ്തു പരിമിതി ഏർപ്പെടുത്തി. ഇതാണ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. The British imposed restrictions on tribals to collect forest products
and enter to the protected forest. ഗോത്രവർഗക്കാർ സംരക്ഷിത വനത്തിൽ പ്രവേശിക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ഫോറസ്റ്റ് ആക്ട് ആണ്, വന നിയമമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ആണ്, നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഈ ഫോറസ്റ്റിൽ, ഈ വനത്തിൽ. ഇതാണ് ഫസ്റ്റ് രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗോത്ര കലാപങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാം? ഒന്ന് നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് ആക്ട് ഓർ ഫോറസ്റ്റ് ലോ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു റെസ്ട്രിക്ഷൻസ് ആണ്, നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് സ്ലൈഡിൽ നോക്കൂ, കൃത്യമായി ശ്രദ്ധിക്കുക. ഇമ്പോസ്ഡ് ഹൈ ടാക്സസ് ഓൺ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കളക്റ്റഡ് ബൈ ദി ട്രൈബൽസ്. റിപ്പീറ്റ് ചെയ്യാൻ നോക്കൂ. ഇമ്പോസ്ഡ് ഹൈ ടാക്സ് ഓൺ ഫോറസ്റ്റ് പ്രോഡക്ട്സ് കളക്റ്റഡ് ബൈ ദി ട്രൈബൽസ്. നോക്കൂ, ഗോത്ര ജനത ശേഖരിച്ച വനവിഭവങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതാണ്. ഇനി പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്ത അഥവാ സംരക്ഷിത മേഖലയല്ലാത്ത വനത്തിൽ കയറി ഈ ഗോത്രവർഗക്കാർ, ഈ ട്രൈബൽസ് വല്ല തേനോ അല്ലെങ്കിൽ കായ്ക്കനികളോ അല്ലെങ്കിൽ എന്ത് ചെയ്തു, വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഫോറസ്റ്റ് റിസോഴ്സസ് വനവിഭവങ്ങൾ ശേഖരിച്ച് വന്നാൽ അതിൻ്റെ മേൽ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നവരോ ഹൈ റേറ്റ് ഓഫ് ടാക്സ്, ഉയർന്ന നികുതി ഏർപ്പെടുത്തി. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. അതാണ് പറഞ്ഞത്, നോക്കൂ, ഇമ്പോസ്ഡ് ഹൈ ടാക്സസ് ഓൺ ഫോറസ്റ്റ് പ്രോഡക്ട്സ് കളക്റ്റഡ് ബൈ ദി ട്രൈബൽസ്. അല്ലേ, ഗോത്ര ജനത ശേഖരിച്ച വനവിഭവങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതാണ് മൂന്നാമത്തെ കാരണം. ആൻഡ് ഫോർത്ത് പോയിന്റ് നോക്കൂ, ഡീഫോറസ്റ്റേഷൻ ആണ്, വനനശീകരണമാണ്. ബ്രിട്ടീഷുകാർ വനവോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായി. വൻതോതിൽ ഇവരെന്ത് ചെയ്തോ ഡീഫോറസ്റ്റേഷൻ നടത്തി. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനനശീകരണം എന്നാണ്. കാടുകൾ വൻതോതിൽ വെട്ടി നശിപ്പിച്ചു. എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? നോക്കൂ, കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ, റെയിൽവേ പാതയുടെ നിർമ്മാണം. റെയിൽവേ പാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഒന്നാമത്തെ ഡീഫോറസ്റ്റേഷൻ നടത്തിയത്, എന്തേ വനനശീകരണം നടത്തിയത്. പിന്നീട് നോക്കൂ, ബിൽഡ് ഷിപ്പ്, അല്ലേ, കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി വലിയ വലിയ മരങ്ങൾ, പണ്ട് കാലത്ത് മരങ്ങൾ കൊണ്ടാണ് കപ്പൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള 100-200 വർഷം പഴക്കമുള്ള വലിയ മരങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവർ നശിപ്പിച്ചു. ആൻഡ് തേർഡ് വൺ നോക്കൂ, പ്ലാന്റേഷൻ, തോട്ട വ്യവസായങ്ങൾക്ക് വേണ്ടി. പ്ലാന്റേഷൻ നാം പറഞ്ഞു, തേയില, റബ്ബർ, നീലം, അതുപോലെ തന്നെ കോഫി, അല്ലേ, തേയില, റബ്ബർ, നീലം, അതുപോലെ തന്നെ ഇൻഡിഗോ, നീലം, ഇതിനൊക്കെ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു, വൻതോതിൽ കാട് നശിപ്പിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വെട്ടിത്തെളിച്ചിട്ട് ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചു. ഇതാണ് നാലാമത്തെ കാരണം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണമാണ്. എന്തിനൊക്കെ വേണ്ടിയാണ് ഡീഫോറസ്റ്റേഷൻ നടത്തിയത് അല്ലെങ്കിൽ വനനശീകരണം നടത്തിയത്? എന്തിനൊക്കെ വേണ്ടിയാ? ഒന്ന്, റെയിൽവേ ലൈൻ, റെയിൽവേ പാതയുടെ നിർമ്മാണത്തിന് വേണ്ടി. ആൻഡ് സെക്കൻഡ് വൺ, ഷിപ്പ് ബിൽഡ്, അല്ലേ, അല്ലെങ്കിൽ ബിൽഡ് ഷിപ്പ്, അല്ലേ, കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി. അതുപോലെ തന്നെ പ്ലാന്റേഷൻ, തോട്ട വ്യവസായങ്ങൾക്കൊക്കെ വേണ്ടി കാട് വൻതോതിൽ നശിപ്പിച്ചു. വനനശീകരണം നടത്തിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ട്രൈബൽസ്, ഗോത്രവർഗക്കാർ തിരിയാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മക്കളെ പ്രധാനപ്പെട്ട രീതിയാണ് വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് ട്രൈബൽ റിവോൾട്ട് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഗോത്ര കലാപങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഫോറസ്റ്റ് ആക്ട് ഓർ ഫോറസ്റ്റ് ലോ, ബ്രിട്ടീഷുകാരുടെ വന നിയമം. രണ്ട്, റെസ്ട്രിക്ഷൻസ് ആണ്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ്. അല്ലേ, പ്രധാനമായും ഈ ഫോറസ്റ്റ് റിസോഴ്സ്, വനവിഭവങ്ങൾ കളക്ട് ചെയ്യാൻ, ശേഖരിക്കാൻ വേണ്ടി റെസ്ട്രിക്ഷൻ, നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു, ഏതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്? നമ്മൾ കൃത്യമായി പറഞ്ഞു, ഇമ്പോസ്ഡ് ഹൈ ടാക്സ് ഓൺ ഫോറസ്റ്റ് പ്രോഡക്ട്സ് കളക്റ്റഡ് ബൈ ദി ട്രൈബൽസ്. അല്ലേ, വനവിഭവങ്ങൾ, ഗോത്രവർഗക്കാർ ശേഖരിച്ച വനവിഭവങ്ങളുടെ മേൽ ഉയർന്ന നികുതി ഈടാക്കിയതാണ്, ഏർപ്പെടുത്തിയതാണ്.
നാലാമതായി നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ ആണ്, അഥവാ വനനശീകരണമാണ്. ഫോർ ഷിപ്പ് ബിൽഡ്, റെയിൽവേ ലൈൻ ആൻഡ് പ്ലാന്റേഷൻ, അല്ലേ? ഈ റെയിൽവേ പാത നിർമ്മിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തോട്ട വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയും അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു വൻതോതിൽ ഇവർ ഡീഫോറസ്റ്റേഷൻ നടത്തിയത്, ബ്രിട്ടീഷുകാർ വനനശീകരണം നടത്തിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളിതിനോട് നീതി പുലർത്തണമെന്ന് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 ട്രൈബൽ റിവോൾട്ട്, 2 ഗോത്രവർഗ കലാപത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഒന്ന് കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം. മറ്റൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? യെസ്, സന്താൾ റെബല്യൻ, സന്താൾ കലാപം. അപ്പോൾ നമുക്ക് ആദ്യമായി മക്കളെ നോക്കൂ, സ്ലൈഡ് നോക്കുക. കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. നോക്കൂ, കുറിച്യ കലാപം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടാനുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗോത്ര കലാപമാണ്, ട്രൈബൽ റിവോൾട്ടാണ് കുറിച്യ കലാപം അല്ലെങ്കിൽ കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത്, അല്ലേ? കുറിച്യ റിവോൾട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ റിവോൾട്ട് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രൈബൽ അല്ലെങ്കിൽ ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കൂ, അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. എന്ത് ചെയ്തു? കുറിച്യ റിവോൾട്ട് 1812, അല്ലേ? 1812 കുറിച്യ കലാപം നടന്നത്. ഫസ്റ്റ് പോയിന്റ്, കുറിച്യ കലാപം നടന്ന വർഷം 1812, അല്ലേ? 1812. നോക്കൂ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദി കുറിച്യ ആൻഡ് ദി കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. വയനാട്ടിലെ ഗോത്രവർഗക്കാരായ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ 1812 നടത്തിയ കലാപമാണ് ഇത്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദി കുറിച്യ ആൻഡ് കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812 അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. 1812 വയനാട്ടിലെ ഗോത്രവർഗക്കാരായ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള ഗോത്ര കലാപമാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ കുറിച്യ റിവോൾട്ട് എൽഡ് ചെയ്ത നടന്ന വർഷം എന്ന് പറയുന്നത് 1812 ആണ്, 1812. ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്. പ്ലേസ് എവിടെ? വയനാടാണ്. ആർക്കെതിരെ? അഗെയിൻസ്റ്റ് ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ, അല്ലേ? ഇതിനെ ഓർഗനൈസ് ചെയ്തത്, നേതൃത്വം നൽകിയ വിഭാഗം ഏതൊക്കെയാണ്? കുറിച്യ ആൻഡ് കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട്, അല്ലേ? വയനാട്ടിലെ കുറിച്യ കുറുംബ ഗോത്രവർഗക്കാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഏതിന്? കുറിച്യ കലാപത്തിന്. ഈ കുറിച്യ കലാപം നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഒരു ഫിലിമിൽ ഈ കുറിച്യന്മാരെ കുറിച്ച് പറയുന്നു. നിങ്ങളെല്ലാ കുട്ടികളും 2-3 വട്ടം കണ്ടിട്ടുണ്ടാവും, പഴശ്ശിരാജ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഫിലിം. അതിൽ പറയുന്ന കുറിച്യ, ഈ മനോജ് കെ ജയൻ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം പത്മപ്രിയ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ കുറിച്യരുടെ, ഈ ഗോത്രവർഗക്കാരുടെ വേഷമാണ് ഇട്ടിരുന്നത്. ആ കുറിച്യരാണ് പറയുന്നത്. അപ്പോൾ കുറിച്യ കലാപം നടന്ന വർഷം 1812 എഗെയിൻസ്റ്റ് ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത്. ഓർഗനൈസ് ചെയ്ത് നേതൃത്വം നൽകിയ വിഭാഗം ഏതാ? കുറിച്യ ആൻഡ് കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട്, അല്ലേ? വയനാട്ടിലെ കുറിച്യ കുറുംബ വിഭാഗമാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ലീഡർ രാമൻ നമ്പി. ഈ കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. എന്നാൽ ഓർഗനൈസ് ചെയ്തതാണ്, നേതൃത്വം നൽകിയത് ആരാണ്? വയനാട്ടിലെ കുറിച്യരും കുറുമ്പരുമാണ്. നേതാവ് ആരാന്ന് ചോദിച്ചാൽ രാമൻ നമ്പി എഴുതുക, ലീഡർ. എന്നാൽ ഓർഗനൈസ് ചെയ്തത്, നേതൃത്വം നൽകിയത് വയനാട്ടിലെ കുറിച്യരും കുറുമ്പരുമാണ്. കുറിച്യ ആൻഡ് കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറയാം. കുറിച്യ റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്.
കുറിച്യ റിവോൾട്ട് 1812 കുറിച്യ കലാപം നടന്നത്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812 അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ 1812 വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും നടത്തിയ ഒരു ഗോത്രകലാപമാണ് ഇത്. ഇതിൻ്റെ ലീഡർ രാമനമ്പിയാണ്. നേതാവ് ആരാണ്? രാമനമ്പിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ വരും, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, സ്ലൈഡ് നോക്കൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് കുറിച്യ റിവോൾട്ട്? വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് കുറിച്യ റിവോൾട്ട്? കുറിച്യ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നോക്കൂ, ലിസൺ ഹിയർ പ്ലീസ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ മക്കളെ, കൃത്യമായി ശ്രദ്ധിക്കുക. നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. ഇമ്പോസിഷൻ ഫോർ എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതാണ്. ഇമ്പോസിഷൻ ഫോർ എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. ഇമ്പോസിഷൻ ഫോർ എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കൂ, പേയിങ് ഓഫ് ടാക്സ് ഇൻ ക്യാഷ്. പേയിങ് ഓഫ് ടാക്സ് ഇൻ ക്യാഷ്. നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചതാണ്. നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചതാണ് മറ്റൊരു കാരണം. ഫസ്റ്റ് വൺ, ഇമ്പോസിഷൻ ഫോർ എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ്. അല്ലേ, ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ, പേയിങ് ഓഫ് ടാക്സ് ഇൻ ക്യാഷ്. അല്ലേ, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചതാണ്. ആൻഡ് തേർഡ് പോയിന്റ് നോക്കൂ, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. അല്ലെ, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഒന്ന്, ടാക്സ് ഇമ്പോസിഷൻ ഓഫ് ഹൈ ടാക്സ് ആണ്. അല്ലെ, അമിതമായ ഭൂനികുതി ബ്രിട്ടീഷുകാർ ഈടാക്കി. രണ്ടാമത്തത്, ടാക്സ് ക്യാഷ് ആയിട്ട് പേ ചെയ്യാൻ പറഞ്ഞതാണ്, അഥവാ നികുതി പണമായി അടക്കാൻ പറഞ്ഞു. മൂന്നാമത്തത്, ഈ ടാക്സ് അടക്കാത്തവരുടെ, നോൺ പേയ്മെന്റ് ചെയ്യാത്തവരുടെ, നികുതി അടക്കാത്തവരുടെ ലാൻഡ്, ഭൂമി ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? സീസ്, പിടിച്ചെടുത്തതാണ്. ഇപ്പോൾ വണ്ടിൻ്റെ അടവൊക്കെ തെറ്റിയാൽ നമ്മളറിയും സീസിക്കാരുണ്ടോ ഈ അല്ലേ, നമ്മളെ സ്ഥിരം പ്രയോഗ എന്താ, ഓൻ്റെ വണ്ടിയുടെ ഓൻ്റെ വണ്ടി അടവാക്കാത്തത് സീസിക്കാരുണ്ടോ? സീസി എന്നല്ല പറഞ്ഞത്, സീസ് എന്നാണ് അർത്ഥം, അഥവാ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. ഇതാണ് കുറിച്യ റിവോൾട്ടിൻ്റെ കോസസ്. ഒന്ന്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് റേറ്റ് ആണ്. അല്ലേ, അമിതമായ ഭൂനികുതിയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ എന്ത് ചെയ്തു? ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ്. അല്ലേ, ടാക്സ് നികുതി പണമായി അടക്കാൻ പറഞ്ഞതാണ്. മൂന്നാമത്തെ എന്ത് ചെയ്തു? സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. അല്ലേ, നികുതി അടക്കാത്തവരുടെ ഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. ഇതാണ് മൂന്ന് കാരണം. ഓക്കെ, കുറിച്യ റിവോൾട്ട് നടന്നത് 1812 അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട്. അല്ലേ, ഇതിന് നേതൃത്വം നൽകിയത് വയനാട്ടിലെ കുറിച്യ കുറുമ്പ ഗോത്രവർഗ്ഗക്കാരാണ്. ലീഡർ, നേതാവ് രാമനമ്പിയാണ്. വാട്ട് ആർ ദി മെയിൻ കോസ് ഓഫ് കുറിച്യ റിവോൾട്ട്? കുറിച്യ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ്. അല്ലെ, അമിതമായ ഭൂനികുതി ഈടാക്കിയതാണ്. രണ്ടാമത്തത്, ടാക്സ് പെയ്ഡ് ഇൻ ക്യാഷ്. അല്ലെ, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചതാണ്. മൂന്നാമത്തെ, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. അല്ലെ, നികുതി അടക്കാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. ആൻഡ് ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഇപ്പം നോക്കൂ, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്ന് ഒരു മാർക്കിന് ചോദിക്കാം. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, പ്രസ്താവന ഇങ്ങനെയാണ്. നോക്കൂ, ഇഫ് ദി rioters could resist one more month, they could control the entire state.
Who said that this statement എന്ന് ചോദിക്കും. Repeat, listen here. If the rioters could resist one more month, they could control the entire state. If the rioters could resist one more month, they could control the entire state. Who said that this statement? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കലാപം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അഥവാ ഒരു മാസം കൂടി കുറിച്ച കലാപം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യം മുഴുവനും കലാപകാരികളുടെ കയ്യിലായനെ എന്ന് പറഞ്ഞ ആളുടെ പേരെന്ത്? കലാപം ഒരു മാസം കൂടി നിന്നെങ്കിൽ രാജ്യം മുഴുവനും കലാപകാരികളുടെ കയ്യിലായനെ എന്ന് പറഞ്ഞ ആളെ പേരെന്ത്? ആരാണ്? TH ബേബറാണ്. TH ബേബർ. Who said that statement? TH ബേബർ. TH ബേബറാണ്. തലശ്ശേരിയിലെ, അന്ന് തെള്ളിശ്ശേരി എന്നാണ് അറിയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, തെള്ളിശ്ശേരി എന്നാണ് പറയുന്നത്. ഈ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന TH ബേബറാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇത് ഏത് ട്രൈബൽ റിവോൾട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? കുറിച്ച കലാപം. ഏത് ഗോത്ര കലാപത്തെ കുറിച്ചാണ് പറഞ്ഞത്? കുറിച്ച കലാപം. മറന്നുപോയത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റേതാണ്? യെസ്, സന്താൾ റബല്യൻ. സന്താൾ കലാപത്തെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ സ്ലൈഡ് നോക്കൂ. സന്താൾ റബല്യൻ, സന്താൾ കലാപം. ഇൻ 1855, held in 1855, 1855 സന്താൾ കലാപം നടന്നത്. കുറിച്ച കലാപം നടന്നതോ 1812. സന്താൾ റെബല്യൻ held in 1855 അല്ലേ, 1855 സന്താൾ കലാപം നടന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ സന്താൾ റെബല്യൻ was one of the most important tribal revolt held in British India. അല്ലേ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗോത്ര കലാപമാണ് സന്താൾ കലാപം. നടന്ന വർഷം 1855. ഇയർ എന്നാണ് 1855. ആൻഡ് നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, റീജിയൻ. ഈ സന്താൾ ഗോത്രവർഗക്കാരുടെ താമസ സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചത്. രാജ്മഹൽ ഹില്ലാണ്. രാജ്മഹൽ കുന്നുകളിലാണ് സന്താൾ ജനത താമസിച്ചിരുന്നത്. എവിടെ താമസിച്ചത്? സ്ലൈഡ് നോക്കൂ. രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നുകളിലായിരുന്നു സന്താൾ വിഭാഗം താമസിച്ചിരുന്നത്, ഗോത്ര ജനത താമസിച്ചിരുന്നത്. ഈ രാജ്മഹൽ ഹിൽസ് എന്ന് പറഞ്ഞാൽ ബംഗാൾ, ബീഹാർ ആൻഡ് ജാർഖണ്ഡ്, ബംഗാള്, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളിൽ, എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന, സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഹില്ലായിരുന്നു അല്ലെങ്കിൽ കുന്നായിരുന്നു രാജ്മഹൽ എന്ന് പറയുന്നത്. ഈ രാജ്മഹൽ തായ്വരയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആര്? സന്താൾ പീപ്പിൾ, സന്താൾ ജനത. അപ്പോൾ റീജിയൻ എന്ന് പറയുന്നത് സന്താൾ ട്രൈബൽ പീപ്പിളുടെ, സന്താൾ ഗോത്ര വിഭാഗത്തിൻ്റെ താമസ സ്ഥലം എന്ന് പറയുന്നത് രാജ്മഹൽ ഹിൽസ് ആണ്, അഥവാ രാജ്മഹൽ കുന്നുകളിലാണ്. മറന്നു പോകരുത്. ഈ രാജ്മഹൽ കുന്ന് എന്ന് പറയുന്നത് 3 സംസ്ഥാനത്തിലാണ്. എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ ആൻഡ് ജാർഖണ്ഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ലീഡർ. ആരൊക്കെയാണ് നേതാക്കന്മാർ? ലീഡേഴ്സ്. സിദ്ധു ആൻഡ് കൻവു ആണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സിഡോ ആൻഡ് കൻവു എന്നാ പറയാം, പക്ഷേ അതിൻ്റെ ശരിക്ക് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് സിദ്ധു ആൻഡ് കൻവു ആണ്. സിദ്ധുവും കാനുവുമാണ് ഇതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? സിദ്ധു ആൻഡ് കാനു. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സിഡോ ആൻഡ് കൻവു എന്ന് എഴുതാം കേട്ടോ. സിദ്ധുവും കാനുവുമാണ് ഇതിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. സന്താൾ റെബല്യൻ, സന്താൾ കലാപം നടന്ന വർഷം 1855 ആണ്, 1855. റീജിയൻ, ഇവരുടെ താമസ സ്ഥലം എന്ന് പറയുന്നത് രാജ്മഹൽ ഹിൽസ് ആണ്, രാജ്മഹൽ കുന്നുകളിലാണ്. രാജ്മഹൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ, ബീഹാർ ആൻഡ് ജാർഖണ്ഡ് അല്ലേ, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളായി പരന്നു കിടക്കുന്ന ഒരു താഴ്വരയാണ്, ഒരു വാലിയാണ് ഇത്, ഒരു പ്രദേശമാണ് ഇത്
രാജ്മാൽ കുന്ന്. ഇവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന നേതാക്കന്മാരെന്ന് സിദ്ധു ആൻഡ് കൻഹു ആണ്, അല്ലെങ്കിൽ കാനു ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോസസ് നോക്കാം. വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് സന്താൾ റെബല്യൻ? ഫസ്റ്റ് പോയിന്റ് നോക്കൂ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷ്. ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷ് ആണ്, അല്ലേ? ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ്. സന്താൾ ജനതയെ ബ്രിട്ടീഷുകാർ വൻതോതിൽ ചൂഷണം നടത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷ്. ആൻഡ് നമ്പർ 2 നോക്കൂ, സ്ലൈഡ് കൃത്യമായി ശ്രദ്ധിക്കൂ. നോക്കൂ, ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മെയ്ഡ് ദം വർക്ക് ആസ് സ്ലേവ്സ് ഇൻ ലേയിങ് റെയിൽവേ ലൈൻ. നോക്കൂ, റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷുകാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യിപ്പിച്ചതാണ്. The British officers made them work as slaves in laying railway line. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ സന്താൾ ജനതയെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ നേരത്തെ വൻതോതിൽ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു. അത് പ്രധാനമായും റെയിൽവേ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. നമുക്കറിയാം, കാട്ടിലൂടെയാണ്, നമുക്ക് തീവണ്ടി പോയാൽ, അല്ലേ, ട്രെയിനിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് കിലോമീറ്ററുകളോളം വനപ്രദേശത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഈ റെയിൽവേ റൂട്ടുകൾ. അപ്പം എന്ത് ചെയ്യുന്നോ, ഈ റെയിൽവേ റൂട്ടിൽ എപ്പോഴും ജോലിക്ക് നമുക്ക് ഈ കാടുകളിൽ, ഫോറസ്റ്റ് കിട്ടുക, വനത്തിൽ കിട്ടുക ഈ ആദിവാസികളെ, അല്ലെങ്കിൽ ഈ ഗോത്രവർഗ്ഗക്കാർ. അപ്പോൾ എന്ത് ചെയ്യുന്നോ, 24 hours ഇവരെ കൊണ്ട്, ഈ ട്രൈബൽ ജനതയെ കൊണ്ട്, ഗോത്ര ജനതയെ കൊണ്ട് എന്ത് ചെയ്യുന്നോ, അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചതാണ് രണ്ടാമത്തെ കാരണം, സന്താൾ റെബല്യൻ. ആൻഡ് തേർഡ് പോയിന്റ് നോക്കൂ, ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചർ ദെയർ ലാൻഡ്. ജമ്മിമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൊള്ളയടിച്ചതാണ് മൂന്നാമത്തെ കാരണം. ജമ്മിമാരും കൊള്ളപ്പലിശക്കാരും ഈ സന്താൾ ജനതയുടെ ഭൂമി എന്ത് ചെയ്തു, കൊള്ളയടിച്ചു. ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചർ ദെയർ ലാൻഡ്. അതാണ് തേർഡ് പോയിന്റ്. ആൻഡ് ഫോർത്ത് പോയിന്റ് നോക്കൂ, ഫോറസ്റ്റ് ആക്ട് ആണ്, അല്ലെങ്കിൽ വന നിയമമാണ്. അവരുടെ ഡീഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് ആക്ട്, ഇവരുടെ ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾ, അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഫോർ ഷിപ്പ് ബിൽഡിംഗ്, പ്ലാന്റേഷൻ ആൻഡ് റെയിൽവേ ലൈൻ, അല്ലേ, വനനശീകരണം റെയിൽവേ നിർമ്മാണത്തിനും, അതുപോലെ തന്നെ തോട്ട വ്യവസായങ്ങൾക്കും, അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിനും വേണ്ടി വനം നശിപ്പിച്ചതാണ് മറ്റൊരു കാരണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ്. രണ്ടാമത് പറഞ്ഞു, ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഈ ട്രൈബൽ പീപ്പിളിനെ, സന്താൾ ട്രൈബൽ പീപ്പിളിനെ സ്ലേവ്സിനെ പോലെ ജോലി ചെയ്യിപ്പിച്ചു, അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ചതാണ്. മൂന്നാമത്തെ, ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചർ ദെയർ ലാൻഡ്, അല്ലേ, ജമ്മിമാരും അതുപോലെ തന്നെ കൊള്ളപ്പലിശക്കാരും ഇവരുടെ ഭൂമി കൊള്ളയടിച്ചതാണ്. നാലാമത്തെ നമ്മൾ പറഞ്ഞു, ഫോറസ്റ്റ് ആക്ട്, വന നിയമങ്ങൾ, അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഇതൊക്കെയാണ് സന്താൾ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അല്ലേ. സന്താൾ റെബല്യൻ, സന്താൾ കലാപം നടന്ന വർഷം 1855, 1855. ഇവരുടെ റീജിയൻ, താമസ സ്ഥലം എന്ന് പറയുന്നത് രാജ്മാൽ ഹിൽസ് ആണ്, രാജ്മാൽ കുന്നുകളിലാണ്, അല്ലേ. ഇവരുടെ ലീഡേഴ്സ്, നേതാക്കന്മാർ സിദ്ധുവും കാനുവുമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതോടുകൂടി ട്രൈബൽ റിവോൾട്ട്സ്, ഗോത്ര കലാപം എന്ന് പറയുന്ന ഒരു ഭാഗവും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൈബൽ, വാട്ട് ആർ the important tribal revolts in British India എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് ട്രൈബൽ റിവോൾട്ട്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, അല്ലേ, ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ കുറിച്ച റിബല്യൻ ഡിസ്കസ് ചെയ്തു, അല്ലെ, കുറിച്ച റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കോസസ്, കാരണങ്ങൾ പഠിച്ചു. പിന്നീട് നമ്മൾ സന്താൾ റിബല്യൻ, സന്താൾ കലാപവും അതിൻ്റെ കോസസ്, അതിൻ്റെ കാരണങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.